അപ്രീഷിയേറ്റ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങൾ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വളരെ വൈകുന്നതിനേക്കാൾ മുന്നേ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നത് നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, മേ ബി നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ആരും ആണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്കൊരു വലിയ ടാസ്ക് അസൈൻ ചെയ്ത് തന്നിരുന്നു എന്ന് വിചാരിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ഹെക്ടിക് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ എന്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ ഈ ചെയ്യുന്ന ഹാർഡ് വർക്കൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ ഡേ ബൈ ഡേ ഞാൻ ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ തന്നെ സ്വയം വിശ്വസിച്ച് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ മാനേജർ എനിക്ക് ഒരു വോയിസ് നോട്ട് ഇട്ടു റിഗാർഡിങ് ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ പറ്റിയിട്ടോ. സോന, ഇപ്പൊ എല്ലാം ക്ലിയർ ആയി, ഇവിടെ വരെ ഇത് എത്തിച്ചത് സോനയുടെ ഹാർഡ് വർക്ക് ആണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ക്ലൗഡ് നൈനിലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അത്ര നാള് ഞാൻ ചെയ്തിരുന്ന ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന സ്ട്രെസ് ഒക്കെ എനിക്ക് ഒന്നും അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അപ്പോ നമ്മളെല്ലാവരും ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നല്ല വാക്കാണ്. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു നല്ല വാക്ക്. സോ വളരെ വൈകുന്നതിനേക്കാളും മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ആ ഒരു നല്ല വാക്ക് പറയാം.